സാഹിത്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ എം കെ സാനുവിന്റെ വേർപാട് കേരളത്തിന് വലിയ നഷ്ടമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അനുശോചിച്ചത്. മലയാള സംസ്കാരത്തിന്റെ ആൾരൂപം എന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അനുസ്മരിക്കുന്നു. ശ്രീനാരായണ ദർശനം സാധാരണ മനുഷ്യർക്ക് ലളിതമായി പകർന്നു നൽകി. ജീവിതത്തിലെ ലാളിത്യവും ചിന്തയിലെ ഔന്നത്യവുമായിരുന്നു സാനുമാഷ് എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനാണ്. തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന് മമ്മൂട്ടിയും ആദരം അർപ്പിക്കുകയാണ്. അല്പസമയം മുൻപായിരുന്നു അന്ത്യം സംഭവിച്ചത്. അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധി സൂര്യശ്രീ വിശദാംശങ്ങളുമായി. സൂര്യശ്രീ, നാളെയാണ് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരൊക്കെ എത്തിച്ചേരുന്നുണ്ട്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, സാംസ്കാരിക കേരളത്തിലുണ്ടായ വലിയൊരു കനത്ത നഷ്ടം എന്ന് തന്നെ പറയാം. ഈ സായാഹ്നത്തിലുണ്ടായ ഈ വാർത്ത വളരെ തന്നെ വലിയൊരു വേദന തോന്നുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു വലിയ വിയോഗം ആണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. മലയാളത്തിന്റെ ഇത്തരത്തിൽ ഹിമവൽ സാനു, അർത്ഥവത്തായി പറയാമെങ്കിൽ മലയാളത്തിന്റെ ഹിമവൽ സാനു എന്ന് പറയാം. എം കെ സാനു നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5:35 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതിയാണ് വസതിയിൽ അദ്ദേഹത്തിന്റെ ഇടുപ്പലിന് ഒരു പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ നില വഷളാവുകയായിരുന്നു. തുടർന്ന് ശ്വാസതടസ്സമായ അസുഖത്തെ തുടർന്ന് ന്യൂമോണിയയ്ക്ക് ബാധിച്ച ശേഷം ഇന്ന് 5:35 കൂടിയാണ് അന്ത്യം സ്ഥിരീകരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഹൈബീഡൻ എംപിയും TJ വിനോദ് MLA അടക്കമുള്ളവരെല്ലാം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 7 മണിയോടുകൂടി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. തുടർന്ന് ഭൗതിക ശരീരം നാളെ രാവിലെ 8 മണിയോടുകൂടി വീട്ടിലെത്തിക്കും. തുടർന്ന് 9 മണി മുതൽ 10 മണി വരെ പൊതുദർശനം ഉണ്ടായിരിക്കും. തുടർന്ന് ടൗൺ ഹാളിൽ പൊതുദർശനം നടത്തും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും സാംസ്കാരിക കേരളത്തിനുണ്ടായ കനത്ത വിയോഗം എന്ന് തന്നെ പറയാം. അധ്യാപകൻ, എഴുത്തുകാരൻ, സാഹിത്യ നിരൂപകൻ, വാഗ്മി, അങ്ങനെ ബഹുനിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് സ്കൂൾ അധ്യാപകനായാണ്. മഹത് വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.